ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു കാര്യം പറയാണ്ടി വന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈയിടെ മേടിച്ചാണ് ഈ കോഴികളെ കേട്ടോ. ഇവരെ 3 പേരെയും പിന്നെ ഈ കിടക്കുന്ന കോഴികളെ കയറി വന്നു. ഈ കിടക്കുന്ന കോഴികളെ നമ്മൾ ഈയിടെ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മഴയൊക്കെ ആകുമ്പോൾ ഇവർക്ക് അസുഖം വരും, സ്വാഭാവികമായിട്ട് അസുഖം വരും. അപ്പം അസുഖം വരുമ്പോൾ എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്ന് കുറേ പേര് ചോദിച്ചു. അപ്പോൾ ആ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ആദ്യമേ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കിട്ടുന്ന സപ്പോർട്ടിനും ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചുമ, അതായത് മഴയത്തൊരു ചുമ ഉണ്ടാകും ഇവർക്കായിരുന്നു ആദ്യം ചുമ. അങ്ങനെ ഇവർക്ക് പകരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവരെ മാറ്റിയിട്ടതാണ്. പക്ഷെ ഓൾറെഡി ഇന്നലെ ഒന്ന് നോക്കിയപ്പോൾ ഇവർക്കും ചുമയുണ്ട്. അപ്പം ചുമ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചുമയൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാർ പാരസെറ്റമോൾ കലക്കി കൊടുക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി പാരസെറ്റമോൾ ഒരു വിഷം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പാരസെറ്റമോളോ അല്ല മറ്റ് മരുന്നുകളോ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ നല്ല അടിപൊളി മരുന്നുണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചുമ വരുമ്പം എന്ത് മരുന്നാണ് കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പറമ്പിലോട്ട് കയറണം. പറമ്പിലോട്ട് കയറി കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യാനുണ്ട് കേട്ടോ. കളക്ട് ചെയ്യാം. അപ്പം അത്യാവശ്യം കോഴിക്കൊക്കെ പനി പെട്ടെന്ന് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ എന്തായിരുന്നു തുളസി പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം പറിച്ച് ഇപ്പോൾ കുറേ തീർന്നു. പിന്നെ ഉള്ളതിൽ നിന്ന് കുറച്ച് പറിക്കാം. തുളസി പണ്ട് കാലം മുതലേ നമ്മുടെ ഉമ്മമാരും അപ്പന്മാരൊക്കെ ചുമ വന്നാൽ നമ്മുടെ മക്കൾക്ക് തുളസി കൊടുക്കാൻ, തുളസി ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ കുറച്ച് തുളസി പറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള തുളസിയാണ്. തുളസിക്ക് ഔഷധ ഗുണമുണ്ടെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം തുളസി ഓൾറെഡി ഔഷധമാണ്. അങ്ങനെ കുഞ്ഞു കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് രീതിയിലുള്ള തുളസി നമ്മൾ പറിക്കുന്നുണ്ട്. ഇത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതാണ്. പെട്ടെന്ന് പിടിക്കും കേട്ടോ. എല്ലാവരുടെയും വീട്ടിൽ തുളസി ഉള്ളത് നല്ലതാണ്. ചില ആളുകളുടെ വീട്ടിൽ തിന്നേരെ തുളസി നട്ട് വെച്ചേക്കുന്നത് കാണാം. അതെ, അങ്ങനെ വെച്ചേക്കുന്നത് കാണാം ചില ആളുകളുടെ വീട്ടിൽ. പണ്ടൊക്കെ സിനിമയിലെല്ലാം കാണുമായിരുന്നു, അപ്പം അങ്ങനെ കാണാറില്ല. അങ്ങനെ നമ്മൾ കുറച്ച് തുളസിയുടെ ഇല പറിച്ചിട്ടുണ്ട്, കുറച്ചധികം പറിച്ചിട്ടുണ്ട്. തുളസി ദൈവമായണ്ട തുളസി കേടാ, ഈ തുളസി പറിച്ചു. ഇനി നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നല്ല ചുമക്കൂർക്കയാണ്. ചുമക്കൂർക്ക നമുക്കറിയാം, പണ്ട് കാലം മുതലേ ചുമ വന്നാൽ ചുമക്കൂർക്ക ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് പിഴിഞ്ഞിടുന്നത് അതിൻ്റെ ആ സത്തത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല ഔഷധങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാം ചുമക്കൂർക്കയുടെ തുളസിയുടെ ഒക്കെ ഔഷധങ്ങൾ എന്നാണ്. ചുമക്കൂർക്ക എല്ലാം പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്. അപ്പം അപ്പുറത്തെ വീട്ടുകാർ നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ചുമക്കൂർക്ക വലിയ പറിച്ചോണ്ട് വന്നിട്ട് നമുക്ക് കാണിക്കാം. അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാൽ ഉടനെ വെച്ച് തരും, ഒരു പ്രശ്നമില്ല. ചുമക്കൂർക്ക പറിച്ചോട്ടെ എന്ന് പോലും ചോദിക്കണ്ട, ചുമക്കൂർക്ക എന്ന് പറഞ്ഞാൽ മതി, അപ്പോഴേക്കും എടുത്ത് തരും. വളരെ ഇഷ്ടമാണ് അവർക്ക്. നമ്മുടെ ഇവിടെ കോഴിയുണ്ട്, കോഴിക്ക് മരുന്നൊക്കെ അവർക്കറിയാം. അവരുടെ വീട്ടിലും കോഴിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി പറിച്ചോണ്ട് വരാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 നില ചോദിച്ചപ്പം ഒരു ചെടിയോടെ അങ്ങോട്ട് തന്നു കേട്ടോ. അതാ ഇനിയും ആവശ്യം വരും, വെള്ളത്തിൽ വെച്ചാൽ വാടിപ്പോരാന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വെച്ച് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്ര ചുമക്കൂർക്കൊക്കെ വേണ്ടതിൻ്റെ മണത്തുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അത്രയും മെഡിസിനാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ മെഡിസിൻ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ താഴെ കൊടുത്തേക്കാം. തുളസിയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ താഴെ കൊടുത്തേക്കാം. സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല, എന്നാലും ഒരു ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ പറയുകയാണ്. അപ്പോൾ നമുക്ക് ചുമക്കൂർക്ക ഇരിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ എടുത്തേക്ക തുളസി ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപാടി നമ്മുടെ വീടിൻ്റെ അകത്താണ് പരിപാടി. നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ തുളസി ചുമക്കൂർക്ക വെച്ചിട്ടുണ്ട്. നമുക്കിനി കടിഞ്ചായ വെക്കുന്ന പാത്രമാണ് വേണ്ടത്. പാത്രം കോഴിയുണ്ട്, എല്ലാം ഓടി വരുന്നുണ്ട്. ഓടി വരുന്നുണ്ട്. അത് നമ്മളവിടെ കല്യാണം നിൽക്കുന്നുണ്ടാ തന്നെ എല്ലാവരും ഓടി വരും. അത്ര സ്നേഹമല്ലോ നമ്മളത് ഇട്ട് തരാൻ വേണ്ടി വരുന്നത്. അതാ നമുക്ക് 1 മണിക്കൂർ കട്ടിയണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ പാത്രം. ഈ പാത്രത്തിൽ നമ്മൾ ജസ്റ്റ് ചെറിയൊരു വെള്ളം നിറയ്ക്കുക. ഒരു ഇച്ചിരി വെള്ളം മതി, ഒരു ഇത്രയും വെള്ളം നിറച്ചു. അവിടെ വെച്ചു. നമ്മൾ വരച്ച തുളസി ഒക്കെ ഇടുന്നുണ്ടോ? മാറി നമ്മൾ വരച്ച തുളസി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത് എത്ര പറിക്കണം? 5 ഇല പറിക്കാം. 1 2 3 4 5. അപ്പൊ നമ്മൾ 5 ഇല പറിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ തുളസിയിലേക്കാളും ചുമക്കൂർക്ക കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്.
തുളസീനേക്കാളും ചുമക്കൂർക്ക കൂടുതലിടുമ്പോൾ ചുമ പെട്ടെന്ന് മാറും. അതിനാണ് ഈ ഇലയ്ക്ക് ചുമക്കൂർക്കെന്ന് വിളിച്ചേക്കുന്നത്. ചുമ അല്ല, നിങ്ങൾ മനസ്സിലാക്കണത്. പനിക്കൂർക്കയിലെന്ന് പറയും. പനിക്കൂർക്ക പനി മാറുമ്പോൾ ചുമ മാറും കേട്ടോ. ചുമല കളറും ഉണ്ട്. കോഴിക്ക് പനിയാണെങ്കിൽ കോഴി ഇങ്ങനെ ഇരിക്കും. ചുമയാകുമ്പോൾ അങ്ങനെ ഇരിക്കില്ല. ചുമയാകുമ്പോൾ ഇങ്ങനെ വന്നിങ്ങനെ ചുമക്കുള്ളൂ. നമുക്കറിയാം. ചുമക്കുന്ന വേണം, ഞാൻ കാണിച്ചു തരാം. നമ്മളൊക്കെ ചുമക്കുന്നില്ല, നമ്മളൊക്കെ തുമ്മുന്ന പോയാണ് ചുമക്കുന്നത്. അങ്ങനെയാണ് സൗണ്ട് അതിന്റെ സൗണ്ട് അങ്ങനെ. ആ ഒരു സൗണ്ടാണ് നമുക്ക് മനസ്സിലാവും. ചുമയുടെ ഒരു സൗണ്ട് മനസ്സിലാവും. അങ്ങനെ അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ലൈറ്റർ നമുക്ക് കിട്ടിയില്ല. നമ്മുടെ ഒരു ലാമ്പുണ്ട്, നല്ല സ്റ്റൈൽ ലാമ്പാണ്. നമുക്ക് ഇതിങ്ങനെ ഒരശുമ്പോൾ ഇങ്ങനെ കഴിക്കണം, കത്തുന്ന വെക്കണം. ഈ കത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സീനാണ് കേട്ടോ. ഓക്കെ, സ്റ്റൈലായിട്ട് കത്തിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം വെച്ചൊന്ന് തിളപ്പിക്കാം. ഓക്കെ, പഞ്ചസാരയല്ല നമുക്ക് ഇടേണ്ടത് നമ്മൾ പ്രധാനമായിട്ടും എല്ലാവരും മറന്നു പോകും. ഇത് ഒരിക്കലും ഒഴിച്ചു വിട്ടരുത്, അല്ല ഒരിക്കലും ഒഴിവാക്കരുത്. പിന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിക്ക് നല്ല വിലയാണ്, പക്ഷെ കോഴിക്ക് ഒരു ജീവനാണ്. അപ്പം നമ്മൾ ജീവന് വില കൊടുക്കുക. അതുകൊണ്ട് ഒത്തിരി 1 കിലോ ഒന്നും വേണ്ട, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി നോക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു നുള്ള്, കുറച്ചുകൂടെ നുള്ളിട. ഓക്കെ, ഇതാണ്. ഇനി ഇത് തിളയ്ക്കണം. ഇത് തിളച്ചിട്ടാണ് ബാക്കി പരിപാടി. അപ്പം തിളച്ച് കഴിഞ്ഞ് കോഴിക്ക് ഇപ്പം ചിലപ്പോൾ കോഴിക്ക് ഇതിനെ മണം ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പം ഇതിനെ മണം ഇഷ്ടപ്പെടുകയില്ല. അപ്പം ചിലപ്പോൾ ഈ കോഴി കുടിക്കുകയില്ല. ഇതൊക്കെ വെറുതെ ആണെന്ന് കുറേ പേരോട് പറഞ്ഞാൽ അതിന് മുമ്പ് ഈ വീഡിയോ ചെയ്തപ്പം. അപ്പം കോഴി പെട്ടെന്ന് കുടിക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി മറന്നത് എന്താണെന്ന് വെച്ചാൽ, മഞ്ഞൾ വീട്ടിൽ സ്വന്തമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ മഞ്ഞളെടുത്ത് നല്ല ചിക്കി ഇട്ടാൽ മതി. അത് ഏറ്റവും നല്ലത്. പൊടിമഞ്ഞൾ നമുക്കറിയില്ല. അപ്പോൾ പൊടിമഞ്ഞൾ രാസവസ്തുക്കളൊക്കെ ചേർന്നുണ്ടായിരിക്കും, നമുക്കറിയത്തില്ല. അതെ, നമ്മുടെ ബ്ലാക്ക് ഫിഷ് ആണ്, മറ്റേതാ ബ്ലാക്ക് ഗപ്പി. നമുക്കത് ഓണത്തിന്റെ വിൽപ്പന ഉണ്ട് കേട്ടോ. ഓണം അവധിക്ക് എല്ലാവരും വന്ന് അടിച്ച് കയറുക കേട്ടോ. എല്ലാവരും മേടിക്കുക. ജോഡിക്ക് 200 രൂപ ഉള്ളൂ. പിന്നെ ടെക്നിക്ക് പറഞ്ഞതിനെ വേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. അപ്പൊ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ സിമ്പിളാണ്. കോഴി ചിലപ്പോൾ അതിനെ മണത്തി നോക്കിയിട്ട്, ഇപ്പൊ ഇതൊക്കെ വെച്ചേക്കുന്നത് നമ്മൾ മരുന്നുവെള്ളം വെച്ചേക്കുന്നത്. വീഴാൻ പോയി, സാരമില്ല. വലിയ അപ്പം മരുന്നുവെള്ളം ഇതൊക്കെ വെച്ചേക്കുന്നത്. ഇതൊക്കെ മരുന്നുവെള്ളം വെച്ചേക്കുന്നത്. അപ്പൊ കോഴി മരുന്നുവെള്ളം കുടിക്കാനുള്ള ട്രിക്കിന് സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ പൊടിത്തീറ്റ ഉണ്ടല്ലോ, അതായത് നമ്മൾ അരി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിക്കുക. അരി ഗോതമ്പ് പൊടിച്ചിട്ട് വെള്ളം ചേർക്കാതെ പൊടിയായിട്ട് തന്നെ കോഴിക്ക് തിന്നാൻ കൊടുക്കണം. കോഴി തിന്ന് അത്യാവശ്യം ആക്രാന്ത കയറി തിന്നുമ്പം അതിന് കുറെ കഴിയുമ്പോൾ ദാഹിക്കും. അരി തിന്നുമ്പോൾ ദാഹിക്കുമല്ലോ. വെള്ളം കൊടുക്കരുത്. വെള്ളം കൊടുക്കാതെ 1.5 മണിക്കൂർ ഇങ്ങനെ ദാഹിപ്പിച്ച് നിർത്തണം. അപ്പൊ ഫ്രണ്ടിൽ വെള്ളം പോലത്തെ എന്തായിട്ടും കിട്ടിയാലോ എന്ന് നക്കി നോക്കും. അതാണ് മരുന്ന് കൊടുക്കാനുള്ള ഐഡിയ. അല്ലാതെ സാധാരണ നമ്മൾ ചുമ്മാ കൂടുതലോട്ട് മരുന്ന് വെച്ച് ചിലപ്പോൾ അതിന്റെ മണം ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കില്ല. പിന്നെ തുറന്നു വിടുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുടിക്കും. അപ്പം മരുന്ന് അതോട് ചെല്ലുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, അരി പോലത്തുള്ള സാധനങ്ങൾ ഗ്രൈൻഡ് പൊടിച്ചിട്ട് കൂട്ടിൽ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് അപ്പൊ ദാഹിക്കുമ്പോൾ 1.5 മണിക്കൂർ അങ്ങനെ ദാഹിപ്പിച്ച് നിർത്തുക. പിന്നെ നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ മരുന്ന്, നമ്മൾ കടിയാക്കിയ മരുന്ന് ചൂടാറിച്ച് കൊടുക്കുമ്പോഴേക്കും എല്ലാവരും കുടിച്ചോളും. ഒരു സംശയം വേണ്ട, എല്ലാവരും കുടിച്ചോളും. അല്ലാത്ത പക്ഷം കുടിക്കാതിരിക്കും. എന്നിട്ട് ഒന്ന് ഔട്ട് ചെയ്യാനൊക്കെ വെള്ളോട്ട് വിടുമ്പോൾ എവിടെയെങ്കിലും വെള്ളം കടി കിടപ്പുണ്ടെങ്കിൽ അതേ കുടിക്കുകയുള്ളൂ. അത് പിന്നെയും ഡേഞ്ചറാണ്, എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. അങ്ങനെ വെള്ളം കുടിക്കാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മുടെ മരുന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ പഴയ വീഡിയോ കാണാത്തവർ നമ്മുടെ കോഴിനെ കണ്ടു കാണില്ല. നമ്മൾ പുതിയതായിട്ട് മേടിച്ചപ്പോൾ നല്ല കുഞ്ഞതായിരുന്നു. 1 മാസം അത്യാവശ്യം വലിപ്പം നിന്നുണ്ട്. നമ്മൾ കൂടെ ഇറക്കുമ്പോഴേ നമ്മുടെ അടുത്ത് ഓടി വരും കേട്ടോ. സ്നേഹക്കാരാണ്, സിൽക്കിയാണ്. ഇത് തലയിലൊരു ഇതില്ല. ഇതാണ് നമ്മുടെ ന്യൂഡിൽ സിൽക്കി, കൊത്തുന്നുണ്ട്. ഇതാണ് പൂവൻ, ഈ നടുക്ക് നിൽക്കുന്ന മോതിരം കണ്ട് കൊത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് അടച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ മേടിച്ചത് എന്തായിരുന്നു, നമ്മൾ മേടിച്ചതിൻ്റെ പേര് കഴുകൻ കോഴികളാണ്. കഴുകൻ കോഴി പേര് നമുക്കറിയത്തില്ല. പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ഇടുക. അതൊക്കെ ചാട്ടം പറക്കും കേട്ടോ. ഭയങ്കര പറങ്ങുന്ന ആൾക്കാരാണ് അവരാണ്. കൂട് തുറന്ന താടി വെളി ഇറങ്ങണം, കൂടി തുറക്കുന്നില്ല. അപ്പൊ ഇവർക്കാണ് ആദ്യം ചുമ പിടിച്ചത്. അയ്യോ, നല്ല ഒരു ഇതുള്ള ആൾക്കാർ. അതെ, ആക്റ്റീവാണ്. നമുക്ക് ഇനി അകത്തോട്ട് പോയാലോ? അകത്തത്തെ പരിപാടിയാണ്. പറിച്ചു കൊടുത്ത് നോക്കാം എന്താണ് അതിന്റെ ഒരു റിയാക്ഷൻ നോക്കാം. അയ്യോ, ഇഷ്ടാട്ടോ അതിന്. തിന്നു ചിലിമ്പിക്ക മൊത്തത്തിൽ ഇഷ്ടമാണ്. ചിലിമ്പിക്കാടെ ഇലയൊക്കെ ഇഷ്ടമാ. പറിച്ചു കൊടുത്താടാ.
കണ്ടോ കാണാണോ കുറച്ച് അങ്ങനെ നമ്മുടെ മരുന്ന് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. നല്ല തിളച്ച് മറിഞ്ഞാൽ അതിനകത്തുള്ള സത്തൊക്കെ ഇങ്ങനെ ഇറങ്ങണം. അല്ല ചുമ്മാ തിളച്ചാൽ പോരാ, തിളച്ച് മറിഞ്ഞാൽ ഇലക്കകത്തുള്ള മരുന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വെള്ളത്തിലങ്ങോട്ട് കയറി പിടിക്കണം. അപ്പൊ നമ്മുടെ ഐറ്റം തിളച്ച് മറിഞ്ഞ് നമുക്ക് അതിന് കളറൊക്കെ കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ കായം പിടിക്കുന്നത് ഇതേ വാഴ നമ്മള് കോഴിക്കൊണ്ട് കൊടുത്തേ കഴിച്ച കോഴിയുടെ തൊണ്ട പൊള്ളി പോവും. നമ്മളിതേ ഫാനിന്റെ അടിയിൽ ഇതുപോലെ കസേര വലിച്ചിട്ടിട്ട് നമ്മള് ഇവിടെ ഈ പാകം വെച്ച് ചൂടാറിക്കണം. ചൂട് നല്ല ആറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയാവോ? ഈ ഇല ഇങ്ങനെ എടുത്തിട്ട് ഇല പിഴിഞ്ഞ് അതിന്റെ സത്ത് ഇറക്കണം. മാക്സിമം സത്ത് ഇറക്കി ഇത് മരുന്നാക്കണം. മനസ്സിലായോ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതിന്റെ മരുന്ന് നമ്മൾ ഇറക്കി സെറ്റാക്കി ഞാൻ പറഞ്ഞ പ്രകാരം, നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം കോഴിക്ക് നമ്മൾ കൊടുത്ത 100% ഷുവർ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലുതുങ്ങൾക്കാണെങ്കിലും പനി, ചുമ, ജലദോഷം എല്ലാം പരിഹാരമായിക്കോളും കേട്ടോ. കഫക്കെട്ട് ഈ മരുന്നിന് വേണ്ടി സത്തറി സത്താർ. അപ്പം നമ്മുടെ ഇൻഫോർമേഷൻ വീഡിയോകൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ എന്റർടൈൻമെന്റ് വീഡിയോസും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മരുന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ മരുന്നിന് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പം ചില ആളുകൾ ഇതിനകത്ത് ഗ്രാമ്പു ആഡ് ചെയ്യും, പിന്നെ പട്ട പിന്നെ, പക്ഷെ അതൊക്കെ ഒരു ആവശ്യമില്ലാത്തൊരു ആഡിങ് ആണ്. ഇത്ര മതി, ഈ ഒരു ആഡിങ് മതി നമുക്ക്. ഇത് തന്നെ ഒരാഴ്ച കേട്ടോ, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. ചുമ പമ്പ കിടക്കും. മനസ്സിലായല്ലോ? അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.